പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഇന്നലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ. സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ സ്റ്റേയിലുള്ള സംഭവമാണ്. അതിനുവേണ്ടിക്ക് MP-യോ MLA-യോ ഇതുവരെ നിയമസഭയിലോ അല്ലാതെയോ അവന്മാർ ശബ്ദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഖാദറിന് ഭീഷണി ഉണ്ടെന്നൊക്കെ ഖാദറെ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രാവശ്യം വീഡിയോ പറഞ്ഞിരുന്നു ഞാൻ ഏത് സമയത്തും മരണപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് സംബന്ധമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടതാണ്. സംഭവം വരുമ്പോഴേക്ക് ഞാൻ പറഞ്ഞ തെറ്റൊന്നുമില്ല. അതിന് ഒരുപാട് ആൾക്കാരെ കമന്റിലൂടെയും പേഴ്സണൽ മെസ്സേജിലൂടെയും ഒരുപാട് എന്തൊക്കെ പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജ് വരാൻ എനിക്ക് ഉദ്ദേശമില്ല എന്നിട്ട് ഒരു ഉസ്താദ് അടക്കം എനിക്ക് മെസ്സേജ് അയച്ചു. തീർച്ചയായിട്ടും ഞാൻ കാസർഗോഡുകാരനായ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് മെഡിക്കൽ കോളേജ് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷെ നമുക്ക് ഗവൺമെന്റ് സ്റ്റേ കൊടുത്തത്, ഗവൺമെന്റ് പേയ്മെന്റ് കൊടുക്കാത്തത് ഒരു കാര്യത്തിന് അത് നന്നായിട്ട് അറിയാം. ഈ MLA-കാരും MP-കാരും അവർ ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. അതുമാത്രമല്ല ഈ MLA-ക്കോ MP-ക്കോ വേണ്ടത് ഇലക്ഷന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിക്ക് ജാഥൊക്കെ നല്ല ഉഷാറായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഒന്നിച്ചുകൂടി ഞാനും ബ്ലോഗ് ഇട്ടതാണ്. എല്ലാവരും ജാഥയ്ക്ക് പോകുന്നത്. ഞാൻ ദുബായിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാനും ബ്ലോഗ് ഇട്ടതാണ്. എന്നിട്ട് ഈ ബ്ലോഗൊക്കെ കണ്ടിട്ട് എനിക്കൊരു കാര്യമായി. ഇതും പറയുമ്പോഴത്തേക്ക് ഈ ഖാദറും 4 ബ്ലോഗർമാരും എനിക്ക് എത്ര ശബ്ദിച്ചിട്ട് കാര്യമില്ല. ഇതിന് MP-യോ MLA-യോ അവർ ഇതിനു വേണ്ടി ശബ്ദിച്ചിട്ടില്ല. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊരുപാട് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് വേറെ കാര്യം, എനിക്കൊരു വിഷയമല്ല. പക്ഷെ ഒരു നല്ലൊരു ഈമാൻദാരിയായ ഒരു ഉസ്താദ് അടക്കണമെങ്കിൽ മെസ്സേജ് അയച്ചു, നിനക്ക് എന്ത് ഉദ്ദേശം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുമില്ലാത്ത വിഷമമായി പോയി. ഞാൻ ഏറ്റവും കൂടുതൽ ഉസ്താദ്മാർക്ക് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ നാട്ടിലൊരു വികസനം വേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പിന്നെ ഒരു കാര്യം ഇന്നും പറയുന്നുണ്ട് ഈ 4 ബ്ലോഗർമാർ 4 ഒരു വീഡിയോ എടുത്തിട്ടൊന്നും കാര്യമില്ല. ഇതും പറയുമ്പോഴത്തേക്ക് ഇടപെടുന്ന ആൾക്കാരൊക്കെ ഇടപെടുന്നില്ല. ഇതിന് MP-യോ MLA ആരും ഇടപെടുന്നില്ല. എന്തുകൊണ്ടാ? അവന്മാർക്ക് ആരും വേണ്ട. അവന്മാർക്ക് വികസനം വേണമെന്ന് ഒരു താല്പര്യമില്ല. അവന്മാർക്ക് വേണ്ടത് എന്താ? നിങ്ങളെ വോട്ട്, നമ്മളെ മണ്ടന്മാരായിട്ടുള്ള വോട്ട്. പിന്നൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇട്ട ബ്ലോഗില്. സംഭവം പറയുമ്പോഴത്തേക്ക് അത്ര ആണത്തുണ്ടെങ്കിൽ ഈ ഖാദറിന്റെ അടുത്തല്ല കാസർഗോഡ് ജനങ്ങളുടെ അടുത്താണ്. ഈ പ്രാവശ്യം എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് രേഖപ്പെടുന്നില്ല എന്ന് പറഞ്ഞോളി. അതാണ് ആണത്തം കാണിക്കേണ്ടത്. അതല്ലാതെ ജാഥയും പൊളിച്ചു പോയിട്ട് അവിടെ രണ്ട് സ്പീച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഈ ലീഗുകാർ അവരാരും നോക്കാൻ പോകുന്നില്ല. ഇത് ഭരണത്തിന്റെ കോണാണ്. ഞാൻ ഒന്ന് പറയട്ടെ, കാസർഗോഡ് മണ്ഡലമായാലും ശരി, മഞ്ചേശ്വരം മണ്ഡലമായാലും ശരി, ഈ അടുത്ത കാലത്തൊക്കെ ഭരിക്കുന്നത് ലീഗുകാരാണ്. യവന്മാരുടെ ഭരണത്തിന് കോണാണ് ഇത് കാണുന്നത്. അതല്ലാതെ വേറെ ഒരു ജില്ല, ഏതെങ്കിലും ഒരു ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ല ഒന്ന് മെസ്സേജ് ചെയ്യും. എനിക്കറിയില്ല, ജില്ല ഒന്ന് മെസ്സേജ് ചെയ്യും. കാസർഗോഡ് ജില്ലയിൽ മാത്രമേ ഉള്ളൂ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തത്, ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്തൊരു ജില്ല. പറയാൻ നാണക്കേടാണ്. ഏത് യൂണിവേഴ്സിറ്റി പോയി? മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. കാസർഗോഡ് ഒരു യൂണിവേഴ്സിറ്റി ഇല്ല, കാസർഗോഡ് ഈ മെഡിക്കൽ കോളേജും ഇല്ല. അതാണ് നമ്മളെ പ്രശ്നം. അതെന്താണെന്നറിയോ, നമ്മുടെ നാട് എല്ലാത്തിനും മുമ്പതിലുള്ള നാടാണ്. പക്ഷെ കുറെ കാര്യങ്ങളെ വേണ്ട വെക്കുക, അതാണ് പ്രശ്നം വരുന്നത്. അത് വേണ്ട വെക്കുന്ന ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് വല്ലാത്തൊരു ഇതാവുന്നുണ്ട്. യുവന്മാരെ കൊണ്ട് ജയിപ്പിക്കുന്ന ആൾക്കാർക്കാണ് ആദ്യം ഇതടിക്കേണ്ടത്. യുവന്മാർ ഫേമസ് ആവാൻ വേണ്ടി, യുവന്മാർ 4 വീഡിയോ എടുക്കാൻ വേണ്ടി എങ്ങോട്ടും പോകും. ഒരു മെഡിക്കൽ കോളേജ് ഇറങ്ങാത്ത എന്താണെന്നറിയോ, 8ന്റെ പണി കിട്ടും അറിഞ്ഞിട്ടാണ് അവന്മാർ പോകാത്തത്. അതുപോലെ ടോളിനോട് പോയി 2 വീഡിയോ ഇടുമ്പോൾ ഒന്നുമല്ല. അതാണ് സംഭവം. ഇനി ഇലക്ഷൻ ആയാലും ഇനി കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് പറയും. അതൊന്നും ഇല്ലെങ്കിലും ഈ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർച്ച് ചന്തയിക്കാനെങ്കിലും പോകും. അതാണ് സംഭവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അത് മാത്രമല്ല, ഞാൻ ഖാദറിനെ പറ്റി ഒന്ന് കുറ്റം പറഞ്ഞതൊന്നല്ല. ഖാദർ നല്ലൊരു തന്നെ നല്ല ഹാണത്തത്തിരി കാണിച്ചിട്ടുള്ളൂ. ഞാൻ എന്റെ വീഡിയോ കണ്ടാല് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലാസ്റ്റ് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, ദീർഘാഴ്ച കിട്ടരുത്. അതിനേക്കാളും വലിയൊരു പ്രാർത്ഥന എന്താ ഉള്ളത്? ഓക്കെ, അന്ന് നന്ദി, നമസ്കാരം.